അപ്പോൾ കാരക്കോറം പർവ്വതനിരയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിലെ ഒരു പർവ്വതമാണ് ഏതാ കാരക്കോറം പർവ്വതം എന്ന് പറയുന്നത്. ഇനിയും ഈ കാരക്കോറം പർവ്വതനിരയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് 3 കാര്യങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റമാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ ആണോ ഇന്ദിരാ പോയിന്റ് ആണോ? ചെറിയൊരു സംശയം ഉണ്ടായില്ലേ? ഏതാണ്? ഉറപ്പിച്ചു പഠിച്ചു വെച്ചോ, ഇന്ദിരാ കോൾ ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ ആണ് കേട്ടോ. കോൾ ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ചോദിച്ചാൽ ആൻസർ ഏതാണ്? കാരക്കോറമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാ കോള് ഏത് പർവ്വത നിരയിലാണ്? കാരക്കോറം പർവ്വത നിരയിലാണ്. ഇനിയും ഈ കാരക്കോറം പർവ്വത നിരയിൽ ഒരു ഗ്ലേസിയർ ഉണ്ട്. ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലേസിയർ ഹിമാനി അല്ലെ? വലിയ വലിയ ഒഴുകി നടക്കുന്ന മഞ്ഞിന്റെ പാളികളെ വിളിക്കുന്ന പേരാണ് ഏത്? ഹിമാനികൾ എന്ന് പറയുന്നത്. ആ കാരക്കോറം പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാനി ഉണ്ട്. ഏകദേശം ഇവിടെയായിട്ടാണ് ആ ഹിമാനി സ്ഥിതി ചെയ്യുന്നത്. ആ ഹിമാനിയുടെ പേരാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. കാരക്കോറം പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാനിയുടെ പേരാണ് ഏത്? സിയാച്ചിൻ എന്ന് പറയുന്നത്. സിയാച്ചിൻ ഉൾപ്പെടെ ഒരുപാട് ഹിമാനികൾ എവിടെയുണ്ട്? കാരക്കോറം പർവ്വത നിരയിലുണ്ട്. ആ കാരക്കോറം പർവ്വത നിരയിലുള്ള ഒരു ഹിമാനിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനിയാണ്. ദ ലോങ്സ്റ്റ് ഗ്ലേസിയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനിയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ നീളം പഠിച്ചു വെക്കണ്ടേ? ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. 76 കിലോമീറ്റർ. 76 കിലോമീറ്റർ നീളമുള്ള ഒരു ഹിമാനിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനിയായ സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? പർവ്വത നിര ചോദിച്ചാൽ ഏതാണ്? ഏതാണ് ആൻസർ? കാരക്കോറം പർവ്വത നിരയിലാണ്. സിയാച്ചിൻ ഹിമാനിയുടെ നീളം എത്രയാണ്? 76 കിലോമീറ്റർ. 76 കിലോമീറ്റർ ആണ്. നിങ്ങൾക്കറിയാം സിയാച്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. സിയാച്ചിൻ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതുവഴി ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ കീഴടക്കാം എന്നുള്ള ഒരു ധാരണ പാകിസ്ഥാനുണ്ട്. അങ്ങനെ 1984 വർഷം ഏറ്റവും പ്രധാനപ്പെട്ടത് 1984 കൃത്യമായി ഡേറ്റ് പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം 13-ാം തീയതി 1984 ഏപ്രിൽ മാസം 13-ാം തീയതി സിയാച്ചിൻ പിടിച്ചടക്കുന്നു. പാകിസ്ഥാൻ ആർമി പിടിച്ചെടുക്കുന്നു 1984 ഏപ്രിൽ മാസം 13-ാം തീയതി. എന്നാൽ ഇന്ത്യ അത് എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ആ ഒരു ഓപ്പറേഷന്റെ പേരാണ്, സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മേഘദൂത്. അപ്പോൾ ഓപ്പറേഷൻ മേഘദൂത് നടന്ന വർഷമാണ് ഇത് 1984 ഏപ്രിൽ മാസം 13-ാം തീയതി. ഓപ്പറേഷൻ മേഘദൂത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിയാച്ചിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യെസ്, അത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയും ആ സിയാച്ചിനിൽ നിന്ന് ലഡാക്കിലേക്ക് ഒഴുകി, ഇവിടെയായിട്ടാണ് ലഡാക്ക് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിനിൽ നിന്ന് ലഡാക്കിലേക്ക് ഒഴുകി പിന്നീട് സിന്ധു നദിയുമായി ചേരുന്ന ഒരു ട്രിബ്യൂട്ടറി ഉണ്ട്. ആ പോഷക നദിയുടെ പേരാണ് നൂബ്ര എന്ന് പറയുന്നത്. നൂബ്ര നദിയുടെ പേരാണ് കേട്ടോ, നൂബ്ര എന്ന് പറയുന്നത്. അപ്പൊ സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് അടുത്ത കാലത്ത് വന്ന എക്സാമുകളിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നൂബ്ര എന്ന് പറയുന്നത്. ഇനിയും സിയാച്ചിനെ സംബന്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ്, ബാറ്റിൽ ഫീൽഡ് ആണ് ഏതെന്ന് പറയുന്നത്? സിയാച്ചിൻ എന്ന് പറയുന്നത്. അങ്ങനെയും ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഇനിയും സിയാച്ചിൻ എന്ന് പറയുന്ന ഹിമാനിക്ക് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട്. ലോകത്തിന്റെ മൂന്നാം ധ്രുവം തേർഡ് പോൾ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് 2 ധ്രുവങ്ങളാണുള്ളത്. ഇത് നോർത്ത് പോൾ ആണ്, ഇത് സൗത്ത് പോൾ ആണ് അല്ലെ. മൂന്നാം ധ്രുവം എന്ന് പറയുന്ന ലോകത്തൊരു പ്രദേശം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? സിയാച്ചിൻ ആണ് എന്നാണ് പറയുന്നത്. ഒരു വിശേഷണമാണ് കേട്ടോ. ആ രീതിയിൽ മാത്രം ആ പോയിന്റിനെ കണ്ടാൽ മതി. ഭൂമിയുടെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഇത് സിയാച്ചിൻ എന്ന് പറയുന്നത്. ഇനിയും
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞിന്റെ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സിയാച്ചിൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമിയാണ് ഏതെന്ന് പറയുന്നത്? സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ മേഘദൂത് എന്താണെന്ന് കൃത്യമായി ഓർത്തു വെക്കുക. സിയാച്ചിൻ റിക്കവേർഡ് ചെയ്ത ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്. 1984 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. അവിടെ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്. ഓപ്പറേഷൻ മേഘദൂതിന്റെ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. യെസ്, കാരക്കോറം പർവ്വതനിരയിൽ നിന്ന് ഏകദേശം നമ്മൾ പടിഞ്ഞാറ് വശത്തേക്ക് വരികയാണെങ്കിൽ, പടിഞ്ഞാറ് വശം എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ, പടിഞ്ഞാറ് വശത്തേക്ക് വരികയാണെങ്കിൽ ഒരു കൊടുമുടി കാണാൻ പറ്റും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ആ കൊടുമുടി, ചിത്രം ഇതാണ്. ആ കൊടുമുടി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുമുടിയുടെ പേരാണ് മൗണ്ട് K2 എന്ന് പറയുന്നത്. അപ്പൊ മൗണ്ട് K2 എന്ന് പറയുന്ന കൊടുമുടി ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. കാരക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടിയുടെ പേരാണ് ഏതാ? മൗണ്ട് K2 എന്ന് പറയുന്നത്. ഇനിയും എന്താണ് ഈ മൗണ്ട് K2വിന്റെ പ്രത്യേകത? അതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കേണ്ടതുണ്ട്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഒരു തർക്കബാധിത പ്രദേശമാണ്. ഒരു തർക്കബാധിത പ്രദേശത്താണ്. കൃത്യമായി പറയുകയാണെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തർക്കബാധിത പ്രദേശമാണ്. അത് മാറ്റി നിർത്തി നമ്മൾ പറയുകയാണെങ്കിൽ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് K2 എന്ന് പറയുന്നത്. അപ്പോൾ ഉയരമേറിയത് എന്ന് നമ്മൾ പറഞ്ഞു, ഉയരം കൂടിയത് എന്ന് പറഞ്ഞു. മൗണ്ട് K2വിന്റെ ഉയരമാണ് 8611 മീറ്റർ എന്ന് പറയുന്നത്. 8611 മീറ്റർ ആണ് ഏതിന്റെ ഉയരം എന്ന് പറയുന്നത്? മൗണ്ട് K2വിന്റെ ഉയരം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇത് മൗണ്ട് K2 ആണോ? അല്ല. അതേതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരമാണ് 8848.86 മീറ്റർ എന്ന് പറയുന്നത്. 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരമെങ്കിൽ 8611 മീറ്റർ ആണ് മൗണ്ട് K2വിന്റെ ഉയരം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടിയാണ്, ഒന്നല്ല രണ്ടാമത്തെ കൊടുമുടിയാണ് ഇത് മൗണ്ട് K2 എന്ന് പറയുന്നത്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് K2 എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് K2 എന്ന് പറയുന്നത്. ഇനിയും വേണമെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ട്രാൻസ് ഹിമാലയത്തിലെ ഏതാണ് ട്രാൻസ് ഹിമാലയം? ഓർമ്മയുണ്ടല്ലോ, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഈ 3 പർവ്വതനിരകളെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയുടെ പേരും ഏത് തന്നെയാണ്? മൗണ്ട് K2 എന്നാണ് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയും ഏതാണ്? മൗണ്ട് K2 ആണ്. ഇനിയും എക്സാമുകളിൽ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? അപ്പോൾ കൂട്ടുകാർക്കൊരു സംശയം വരും. നമ്മൾ പറഞ്ഞു അതൊരു അത് ഒരു തർക്കബാധിത പ്രദേശമാണെന്ന്. ഇന്ത്യ ഇത് കരുതുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശമായിട്ടാണ്. അപ്പൊ നമുക്ക് പറയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ഏതാ? മൗണ്ട് K2 എന്ന് പറയുന്നത്. അപ്പൊ മൗണ്ട് K2വിനെ പറ്റി പറഞ്ഞ പോയിന്റുകൾ ഓർത്തു വെക്കുക. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടി, അത് മാത്രം രണ്ടാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. മൗണ്ട് K2വിന്റെ ഉയരമാണ് 8611 മീറ്റർ. 8611 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് ഏതാ? മൗണ്ട് K2 എന്ന് പറയുന്നത്. ഇനി മൗണ്ട് K2 അറിയപ്പെടുന്ന ഒരു 2-3 പേരുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ് കേട്ടോ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. ഈ മൗണ്ട് K2വിന്റെ ഉയരം കണ്ടുപിടിച്ച വ്യക്തിയാണ് സർ ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പൊ ഗോഡ്വിൻ ഓസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന കൊടുമുടിയാണ് ഏതാ?
മൗണ്ട് കെ2. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ മൗണ്ട് കെ2വിന്റെ മറ്റൊരു പേരാണ് ഇത് ഗോഡ്വിൻ ഓസ്റ്റൻ എന്ന് പറയുന്നത്. ഇനിയും മറ്റു ചില പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ലാംബ പഹാർ. ലാംബ പഹാർ ഒരു ടിബറ്റൻ നെയിം ആണ് കേട്ടോ. ലാംബ പഹാർ എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? ആൻസർ മൗണ്ട് കെ2 ആണ്. അപ്പോൾ മൗണ്ട് കെ2വിന്റെ ഒന്നാമത്തെ പേരാണ് ഗോഡ്വിൻ ഓസ്റ്റൻ, 2 ലാംബ പഹാർ, ഒരു പേരൂടെ ഉണ്ട് ദാബ്സാങ് എന്നറിയപ്പെടുന്ന കൊടുമുടിയും ഏതാണ്? മൗണ്ട് കെ2 ആണ്. മൗണ്ട് കെ2വിന്റെ മൂന്നാമത്തെ പേരാണ് ദാബ്സാങ്. അപ്പോൾ 3 പേരുകൾ ഓർത്തു വെക്കുക. ഗോഡ്വിൻ ഓസ്റ്റൻ, ലാംബ പഹാർ, ദാബ്സാങ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കൊടുമുടിയാണ് ഇത് മൗണ്ട് കെ2 എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് 3 പർവ്വത നിരകളാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ട്രാൻസ് ഹിമാലയത്തിലെ ഒന്നാമത്തെ പർവ്വതം ഏതായിരുന്നു? ട്രാൻസ് ഹിമാലയത്തിലെ ഒന്നാമത്തെ പർവ്വതമായിരുന്നു കാരക്കോറം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പർവ്വത നിരയാണ്. കാരക്കോറത്തിന് തൊട്ടു താഴെയായിട്ട് തെക്ക് വശത്തായിട്ടുള്ള പർവ്വത നിരയുടെ പേരാണ് ലഡാക്ക് പർവ്വതം. കാരക്കോറത്തിന്റെ തെക്ക് വശത്തായിട്ടാണ് ലഡാക്ക് പർവ്വതം. ലഡാക്കിന് തെക്ക് വശത്തായിട്ടുള്ള പർവ്വത നിരയുടെ പേരോർമ്മയുണ്ടല്ലോ അല്ലെ. ഏതാണ്? സസ്കർ പർവ്വതം. അപ്പോൾ 3 പർവ്വത നിരകള് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ 3 പർവ്വത നിരകളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അതിൽ കാരക്കോറം എന്ന് പറയുന്ന പർവ്വത നിരയെ പറ്റി വളരെ വിശദീകരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ദ്രാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ്. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ്. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വത നിരയിലാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും രണ്ടാമത്തെ പർവ്വതം ഏതായിരുന്നു? രണ്ടാമത്തെ പർവ്വതം ഈ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പർവ്വതം ഏതായിരുന്നു? രണ്ടാമത്തെ പർവ്വതം ലഡാക്ക് പർവ്വതം. ലഡാക്ക് പർവ്വത നിരയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. കാരക്കോറത്തിനും ഇത് കാരക്കോറമാണ്, ഇത് സസ്കർ ആണ്. കാരക്കോറത്തിനും സസ്കറിനും മധ്യഭാഗത്തായിട്ട് മിഡിലായിട്ട് കിടക്കുന്ന പർവ്വത നിരയാണ് ഏതെന്ന് പറയുന്നത്? ലഡാക്ക് പർവ്വതം എന്ന് പറയുന്നത്. കാരക്കോറത്തിനും സസ്കറിനും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഏത്? ലഡാക്ക് പർവ്വതം എന്ന് പറയുന്നത്. ഇനിയും ലഡാക്ക് ആൻസർ ആയിട്ട് വരുന്ന പല ചോദ്യങ്ങളും PSC ചോദിച്ചു കാണാറുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ലാൻഡ് ഓഫ് പാസസ്, ചുരങ്ങളുടെ നാട് അല്ലെ. മലയാളം അങ്ങനെയല്ലേ? ചുരങ്ങളുടെ നാട്. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ലഡാക്ക് ആണ് കേട്ടോ. ലഡാക്കിനെ വിളിക്കുന്ന പേരാണ് ചുരങ്ങളുടെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് പാസസ് എന്ന് പറയുന്നത്. ഇനിയും ലഡാക്കിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, ലിറ്റിൽ ടിബറ്റ് ആണ് കേട്ടോ. ടിബറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. അപ്പൊ ലഡാക്കിനെ പറ്റിയുള്ള 2 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ലാൻഡ് ഓഫ് പാസസ്, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലഡാക്ക് ആണ്. ഇനിയും രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു? ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലഡാക്ക് ആണ്. അവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട്, ലിറ്റിൽ ലാസ ആരാണ് അല്ലെ. ലിറ്റിൽ ലാസ ആരാണ്? പറഞ്ഞു നോക്കിക്കേ, ആലോചിച്ച് നോക്കിക്കേ അല്ലെ. ലിറ്റിൽ ലാസ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ടിബറ്റിന്റെ ക്യാപിറ്റൽ ആണ്. ടിബറ്റിന്റെ ഒരു ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. ടിബറ്റ് ഒരു രാജ്യം അല്ലെങ്കിൽ കൂടി അതിനൊരു തലസ്ഥാനമുണ്ട് അല്ലെ. ടിബറ്റിന്റെ ക്യാപിറ്റൽ ഉണ്ട്. ആ ടിബറ്റിന്റെ ക്യാപിറ്റലിന്റെ പേരാണ് ലാസ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ലിറ്റിൽ ലാസ ആരാണ്? ലിറ്റിൽ ലാസ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ എവിടെയായിട്ടാണ്? ഹിമാചൽ പ്രദേശ് ഇവിടെയായിട്ടല്ലേ. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ലിറ്റിൽ ലാസ എന്ന് പറയുന്നത്. ധർമ്മശാല ഒരു ഹിൽ സ്റ്റേഷൻ ആണ് കേട്ടോ. സുഖവാസ കേന്ദ്രമാണ് ഇത് ധർമ്മശാല എന്ന് പറയുന്നത്. ധർമ്മശാലയെ വിളിക്കുന്ന പേരാണ് ലിറ്റിൽ ലാസ എന്ന് പറയുന്നത്. 1959-60 കാലഘട്ടത്തിൽ ടിബറ്റൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയ പ്രദേശമാണ് ധർമ്മശാല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ധർമ്മശാലയെ എങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്? ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം ധർമ്മശാലയാണ്. ഇനി നമുക്ക് തിരിച്ച് ലഡാക്കിലേക്ക് തന്നെ പോകാം. ലഡാക്കിന്റെ വിശേഷണം എങ്ങനെയായിരുന്നു? ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് ലഡാക്ക്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലഡാക്ക്. ഇനിയുമുള്ള പോയിന്റ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നാണോ ചോദ്യം? അല്ല. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ
ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി എന്നാണോ ചോദ്യം? അല്ല. ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഏതാണ്? ലഡാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അത് ഏതായിരുന്നു? സിയാച്ചിൻ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി അത് ഈ വശത്തായിട്ടാണ്. അതിന്റെ പേരാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ 3 ചോദ്യങ്ങൾ മാറിപ്പോവാൻ വളരെയധികം ചാൻസ് ഉള്ള 3 ചോദ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി അത് സിയാച്ചിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് മാത്രം ചോദിച്ചാൽ ഏതാണ് ആൻസർ? അതിന്റെ ആൻസർ ഏതാണ്? ലഡാക്ക് ആണ് കേട്ടോ. ലഡാക്ക് വളരെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് അല്ലെ. യെസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ലഡാക്കും ദ്രാസും എല്ലാം തന്നെ. അപ്പോൾ ഞാനൊരു പുതിയ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലേ, ആ സ്ഥലത്തിന്റെ പേര് ഏതായിരുന്നു? ദ്രാസ് എന്ന് പറയുന്നത്. ദ്രാസ് എന്താണ്? ദ്രാസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഗേറ്റ് വേ ടു ലഡാക്ക്, ലഡാക്കിന്റെ കവാടം, ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് ദ്രാസ് എന്ന് പറയുന്നത്. ദ്രാസിന്റെ ഒരു വിശേഷണമാണ് ലഡാക്കിന്റെ കവാടം. ലഡാക്കിന്റെ കവാടം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ദ്രാസ് ആണ് കേട്ടോ. ദ്രാസിന് ഭൂമിശാസ്ത്രപരമായിട്ട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തണുപ്പ് കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സെറ്റിൽമെന്റ് ഏരിയ ആണ്, ജനവാസ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? ദ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ദ്രാസിനെ പറ്റിയുള്ള മറ്റൊരു പോയിന്റ് കൂടെ പഠിച്ചു. മൊത്തം 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഗേറ്റ് വേ ടു ലഡാക്ക്, ലഡാക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? ദ്രാസ് എന്ന് പറയുന്നത്. തണുപ്പ് കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സെറ്റിൽമെന്റ് ഏരിയ, ജനവാസ കേന്ദ്രം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ദ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ലഡാക്കിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ലഡാക്ക് എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരക്കോറത്തിന് തൊട്ടു താഴെയായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക് സ്ഥിതി ചെയ്യുന്നത്. ചുരങ്ങളുടെ നാട്, ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ലഡാക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് ലഡാക്കിന്റെ വിശേഷണം? എങ്ങനെയായിരുന്നു? ലിറ്റിൽ ടിബറ്റ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ലഡാക്കാണ്. അപ്പൊ ചേർത്ത് വെച്ച് നമ്മൾ പഠിച്ചു ലിറ്റിൽ ലാസ. ലിറ്റിൽ ലാസ ആരായിരുന്നു? ധർമ്മശാലയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ് ധർമ്മശാല. ധർമ്മശാലയെ വിളിക്കുന്ന പേരാണ് ഏത്? ലിറ്റിൽ ലാസ എന്ന് പറയുന്നത്. ലഡാക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി അത് സിയാച്ചിൻ ആണ്. ഇതിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശം ഏതാണ്? ലഡാക്കാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ലഡാക്ക് എന്ന് പറയുന്ന പർവ്വതനിരയുടെ തൊട്ടു താഴെയായിട്ട് തെക്ക് വശത്തായിട്ടുള്ള 3ാമത്തെ പർവ്വതം നമ്മൾ മാർക്ക് ചെയ്ത ഈ 3ാമത്തെ പർവ്വതം ഉണ്ടല്ലോ, ഈ 3ാമത്തെ പർവ്വതത്തിന്റെ പേരാണ് സസ്കർ എന്ന് പറയുന്ന പർവ്വതം. ലഡാക്കിന്റെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേരാണ് ഏതാ? സസ്കർ എന്ന് പറയുന്ന പർവ്വതം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും തന്നെയില്ല. 2 പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. 1ാമത്തെ പോയിന്റ് ഇതാണ്, ട്രാൻസ് ഹിമാലയത്തിലെ, ഇത് 3മാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും തെക്ക് വശത്തെ പർവ്വതം ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിലെ തെക്ക് വശത്തെ പർവ്വതം ഏതാണ്? സസ്കർ പർവ്വതമാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിലെ വടക്ക് വശത്തെ പർവ്വതം ഏതാണ്? കാരക്കോറം പർവ്വതമാണ്. ഇനിയും അവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പർവ്വതം ഏതാണ്? ഉയരം കൂടിയത് ഏതായിരുന്നു? കാരക്കോറമായിരുന്നില്ലേ? അപ്പോൾ ഉയരം കുറഞ്ഞ പർവ്വതം ഏതാണ്? സസ്കർ പർവ്വതമാണ് കേട്ടോ. അപ്പൊ 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പർവ്വതം സസ്കർ ആണ്. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും തെക്ക് വശത്തെ പർവ്വതം ഏതാണ്? സസ്കർ ആണ്. ഇനിയും ഈ സസ്കർ പർവ്വതനിരയിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് പറയുന്ന 3 പ്രധാനപ്പെട്ട പാസുകളാണ്, ചുരങ്ങളാണ്. ഒന്ന് ലിബുലെക്കു പാസ്. 1ാമത്തെ പാസിന്റെ പേരാണ് ലിബുലെക്കു പാസ്. ലിബുലെക്കു പാസ് ഏത് പർവ്വതനിരയിലാണ്? സസ്കർ പർവ്വതനിരയിലാണ്. 2ാമത്തെ പാസിന്റെ പേരാണ് ഷിപ്കീല പാസ്. ഷിപ്കീല പാസ് നല്ല പേരാണ് അല്ലേ? ഏതാണ്? ഷിപ്കീല പാസ്. എവിടെയാണ്? സസ്കർ പർവ്വതനിരയിലാണ്. 3ാമത്തെ പാസിന്റെ പേരാണ്, 3ാമത്തെ ചുരത്തിന്റെ പേരാണ് മനാ പാസ്. മനാ പാസ്. അപ്പോൾ ഈ 3 ചുരങ്ങളുടെ പേര് ഓർത്ത് വെക്കുക. ലിബുലെക്ക്, ഷിപ്കില, മനാ പാസ്, മനാ ചുരം. ഈ 3 ചുരങ്ങൾ ഏത് പർവ്വതനിരയിലാണ്? സസ്കർ പർവ്വതനിരയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏത് മാത്രം? ട്രാൻസ് ഹിമാലയം മാത്രം. എന്തായിരുന്നു ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖലയുടെ ഒരു ഡിവിഷൻ ആണ് ഏത്? ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഇതാണ് ട്രാൻസ് ഹിമാലയം
ഹിമാലയം, ഇതേതാണ് ഹിമാലയമാണ്, ഇത് പൂർവാചലാണ്. ഇനിയും ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചത്? ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ തരംതിരിച്ചത് മൂന്നായിട്ടാണ് തരംതിരിച്ചത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഒന്നാമത്തെ പർവ്വതനിര കാരക്കോറം, രണ്ടാമത്തെ പർവ്വതനിര ലഡാക്ക്, മൂന്നാമത്തെ പർവ്വതനിര സസ്കർ. ഇനിയും ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്കു വശത്തുള്ള പർവ്വതം കാരക്കോറമാണ്. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? കാരക്കോറമാണ്. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും തെക്ക് വശത്തെ പർവ്വതം അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പർവ്വതം ഏതാണ്? സസ്കർ പർവ്വതമാണ്. ഇനി ഒറ്റ ചോദ്യം കൂടി, ഒറ്റ പോയിന്റ് കൂടി. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. എവിടെയാണ് നമ്മൾ മൗണ്ട് കെ2 വേണ്ടത്? ഈ കൊടുമുടിയുടെ പേരാണ് ഏത്? മൗണ്ട് കെ2 എന്ന് പറയുന്നത്. മൗണ്ട് കെ2 എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ്.